ശത്രുക്കൾ നമുക്ക് ചെയ്യുന്ന കാര്യമാണ് ബന്ധനം എന്ന് പറയുന്നത്. നമ്മളുടെ പുരോഗതി, നമ്മുടെ ജീവിത ഉയർച്ച തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ബന്ധനം ചെയ്യുന്നത് പല പല തരത്തിലാണ്. നമ്മൾ നശിക്കുക, കുടുംബപരമായിട്ട്, സാമ്പത്തികപരമായിട്ട് എല്ലാ തരത്തിലും നമുക്കത് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആ ബന്ധനം പൊട്ടിക്കണം. പല പല ബന്ധനക്രിയകളുണ്ട്. ചില ആളുകൾ ചെയ്യുന്ന നീച പ്രവൃത്തി എന്ന് പറയുന്നത് ഈ തടസ്സം തീർക്കുന്ന ഒരു പ്രതിവിധിയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് പലതരത്തിലുള്ള പ്രതിവിധികളുണ്ട്. അപ്പോൾ ഇന്ന വിധികളും ഇതിന്റെ പ്രതിവിധികളും ഒരുപാടാണ്. അപ്പോൾ പാർട്ട് 1, പാർട്ട് 2 എന്നുള്ള തരത്തിലാണ് നമ്മൾ ഈ വീഡിയോകൾ ചെയ്യുക. അപ്പോൾ അത് അപ്പൊ ചുടലക്കാട്ടിൽ നിന്ന് ചിതാഭസ്മം എടുക്കും. ചിതാഭസ്മം എടുത്തിട്ട് സ്ത്രീകളുടെ തീണ്ടാരി തുണിയിൽ പൊതിഞ്ഞതിന് ശേഷം അത് കെട്ടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാല് ഇതിന് മന്ത്രം പൂജയും കാര്യങ്ങളൊന്നും ചെയ്യില്ല. അവരെന്ത് ചെയ്യുന്ന വെച്ചാല് ഇത് നമ്മുടെ ചില ആൾക്കാർ ബന്ധന മന്ത്രം ജപിച്ചിട്ട് തരും. കാരണം ഈ ക്ഷുദ്ര ആഭിചാര ക്രിയകളൊക്കെ ഉണ്ടെങ്കിൽ ചില ആളുകൾ മന്ത്രം ജപിക്കും, ചില ആൾക്കാർ ഈ മന്ത്രം ജപിക്കില്ല. അതങ്ങനെ തന്നെ കൊടുന്നു വെക്കുള്ളൂ. അപ്പൊ അങ്ങനെ കൊടുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ മുന്നിലോ വീട്ടിലോ ഒക്കെ കൊടുന്നു വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഈ ഒരു ഇതിന്റെ അവിടെ നമുക്ക് തടസ്സം വരുന്ന ഒരു നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടാവും. കാരണം ചുടല ഭസ്മം തീണ്ടാരി ആയിട്ടുള്ള തുണിയുടെ കറ ആയിട്ടുള്ള ഇതിലാണ്ട് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഈശ്വര ചൈതന്യം നഷ്ടപ്പെട്ടിട്ട് നമുക്ക് അവിടെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റുകളാണ് വരിക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ, അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ പല പല സ്ത്രീകളും ഇതിന് ഇപ്പോ മന്ത്രവാദികളുടെ കയ്യിലുണ്ടാവും. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഏതൊരു വ്യക്തിക്കും ഒരു കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളുണ്ടാവും കൂടെ. അപ്പോൾ ശ്രീകൃഷ്ണ പരിധിയിലൊക്കെ ദുർമന്ത്രവാദം ചെയ്യുന്നതിനൊക്കെ കൂടെ നിൽക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ വക സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ശത്രുക്കൾ ഈ വക സാധനങ്ങൾ തയ്യാറാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കുഴിച്ചിടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മന്ത്രവാദികളാണെന്നുവെച്ചെങ്കിൽ ഇതിന്റെ ക്ഷുദ്ര മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ടായിരിക്കും. ചില ആളുകൾ ഇത് നേരെ കൊണ്ട് കുഴിച്ചിട്ടാലും മതി, നമുക്കവിടെ ബന്ധനം ആയിരിക്കും. എന്നുവെച്ചാൽ ഈശ്വര ചൈതന്യം നമ്മളുടെ കുടുംബപരമായിട്ട് വന്നു ചേരേണ്ട അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ മാറി എല്ലാ തരത്തിലും നമുക്ക് കെട്ടുമുട്ടായി വരുന്ന ഒരു ഇതാണ് അവിടെ ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്താണ്, ഇതിപ്പോ എല്ലാ തരത്തിലും ഒരു സ്വസ്ഥത അല്ല, സമാധാനമല്ല, മാനസികമായിട്ട് ബുദ്ധിമുട്ട്, കർമ്മം ചെയ്യുക അല്ലെങ്കിൽ പണിയില്ല, എല്ലാ നിലയ്ക്കും നമ്മൾക്ക് ആകെ ഉണ്ടായ പോലെയോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് വേണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും നമുക്ക് തൊഴിലക്കെടും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ശത്രുവായിട്ടുണ്ടെങ്കിൽ, കാരണം എന്താ വെച്ചാൽ ശത്രുവായിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മസിൽ പവറും സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും നമ്മളെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആൾക്കാർ. അപ്പോൾ അവരെ നമുക്ക് നേരിടാൻ ഒരു തരത്തിലും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഒറ്റ കൈക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് മാത്രം. ഇങ്ങനെ ചിതാഭസ്മം എടുക്കുക, ഇത് പൊതിഞ്ഞിട്ട് നമ്മൾ അവരുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ, വീടിൻ്റെ അവിടെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അയാൾക്കും ഈ വക ദോഷങ്ങൾ തന്നെ വരിക. അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടിച്ചാൽ നമുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ നമുക്ക് വന്നത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മന്ത്രവാദ ക്രിയകൾ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഭസ്മത്തിൽ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിച്ചിട്ട് ആ മന്ത്രം ജപിച്ച ഭസ്മം നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കൊടുന്നതിന് ശേഷം നമ്മൾ അത് വാങ്ങിക്കൊടുത്തിട്ട് അവിടെ വീട്ടിൽ വെക്കുക. വീട്ടിൽ വെച്ചതിന് ശേഷം നമ്മൾ ഒരു ദിവസം നമ്മൾ എന്താണ്, പന്നിനെയ്യ് വീടും പരിസരമൊക്കെ തെളിക്കണം. പന്നിനെയ്യ് തെളിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പൈശാചികതയെ നിർവീര്യമാവാനുള്ള ഇപ്പം മന്ത്രജപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ മന്ത്രജപമൊക്കെ നിർവീര്യമാവും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ മഹാമൃത്യുഞ്ജയ എന്ന് പറയുന്ന മന്ത്രം ജപിച്ച ഭസ്മം നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലിട്ട് ആ വീടും പരിസരം തെളിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഈ ചെയ്തു വെച്ചത് നിർവീര്യമാവും. പിന്നെ ഇതിന്റെ എനർജി എന്ന് പറയുന്നത് നിർവീര്യമായി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ആ പ്രശ്നം അവിടെ പരിഹാരമാവും. അതാണ് ഇതിന് ചെയ്യലും ഒഴിവാക്കലും കൂടി ഉള്ള കാര്യം. അപ്പൊ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണം, നമ്മളെല്ലാ തരത്തിലുള്ള ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ മാറി നമുക്ക് അനുഗ്രഹമായി വരാൻ വേണ്ടിയിട്ടുള്ള തുടർച്ചയായിട്ട് നമ്മൾ ഈ ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ മാറി നമുക്ക് അനുഗ്രഹം വന്നു ചേരാനുള്ള ഇഷ്ടദേവന്റെ മന്ത്രം അല്ലെങ്കിൽ ഓം നമഃ ശിവായ എന്നും ഓം നമോ നാരായണായ നമാന്നും നമ്മൾ തുടർച്ചയായിട്ട് ജപിക്കണം. അങ്ങനെ ജപിക്കുമ്പോഴാണ് നമുക്ക് ഇതൊരു വർക്കത്തായിട്ട് വരുള്ളൂ, അതിന് ഗുണമായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ദോഷങ്ങൾ മാറി, ബന്ധനവും മാറി, പക്ഷെ അവിടെ ഈശ്വരാ
ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളാണ്. അത് ക്ഷേത്ര ദർശനത്തിലൂടെയോ നാമജപത്തിലൂടെയോ അങ്ങനെ കെട്ടുമുട്ടുകളൊക്കെ മാറി അനുഗ്രഹമായി വരാനുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ അവിടെ ഇതൊക്കെ മാറി നമുക്ക് അനുഗ്രഹമാവുള്ളൂ. പിന്നെ അവിടെ ചാണകവെള്ളം തെളിക്കൽ നല്ലതാണ്. അത് നാടൻ പശുവിൻ്റെ ചാണകവെള്ളം വീടും പരിസരവും കൂടി തെളിക്കുകയാണെങ്കിലും ഈ നെഗറ്റീവ് മാറി അവിടെ പോസിറ്റീവ് എനർജി വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ പോസിറ്റീവ് എനർജി ആയി കഴിഞ്ഞാൽ ആ എനർജി നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും അനുഗ്രഹവും ഐശ്വര്യമായിട്ട് വരണമെങ്കിൽ നമ്മൾ അവിടെ മന്ത്രജപങ്ങളും കാര്യങ്ങളും ജപിച്ച് സിദ്ധിയാക്കി എടുക്കേണ്ടതുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിനും കൂടി തയ്യാറായിട്ട് ഇതുകൾ ചെയ്യുക. അപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായി വരും. ക്ഷുദ്രാഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണ മാരണ പരസ്പര വൈരുദ്ധ്യപരമായിട്ടുള്ള കെട്ടുമുട്ട് ദോഷ ദുരിത ബാധകൾ ഒഴിഞ്ഞു പോകാനുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.